ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ സുപ്രീം കോടതിയിലേക്കുണ്ട്. അതുപോലെ ബെസിൽ ബോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് അതുവഴി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, അതുപോലെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, പിന്നെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കീഴിൽ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്ക് മിനിമം 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള ജോലികളുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് ഇന്ത്യൻ റെയിൽവേക്ക് കീഴിലുള്ള റിക്രൂട്ട്മെൻറ്റ്. അങ്ങനെ 5ഓളം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ് ഇന്നത്തെ നമ്മൾ പറയാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഈ ഓരോ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഏതെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നോക്കിയ ശേഷം ഇതിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് 2 ഓഫ്ലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്, അതുപോലെ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നോക്കിയ ശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അപേക്ഷിക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് ഉടനെ ഒന്നും നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല. അത് അപ്ലൈ ചെയ്ത് എക്സാം ഉണ്ടായിരിക്കും, ചിലത് എക്സാം ഉണ്ടായിരിക്കും, ചിലത് ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ സൈഡായിട്ട് നിങ്ങൾ ഒരു സർക്കാർ ഉദ്യോഗം അല്ലാതെ മറ്റുള്ള ഉദ്യോഗങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നോക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്കൊക്കെ എത്തുള്ള ജോബ് ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചാനലിലൂടെ പലരും ആളുകളും പറയാറുണ്ട് ഈ ചാനൽ കണ്ടിട്ടൊന്നും ഫുൾ ഫേക്കാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ ചാനലോ അല്ലെങ്കിൽ ഞാനോ അത് പറയും ഈ നമ്മൾ ഇടുന്ന നോട്ടിഫിക്കേഷൻ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ജോബ് കിട്ടണമെന്നില്ല. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടി നിങ്ങൾക്ക് എത്തിക്കുന്നു. നിങ്ങൾ അപ്ലൈ ചെയ്യുക, എക്സാം എഴുതാതൊക്കെ നിങ്ങളുടെ ഭാഗമാണ്. ജസ്റ്റും ആരും അറിയാതെ പോകരുത് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ ഏകദേശം 5 ജോബ് അപ്ഡേറ്റ്സുകൾ ഈ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ മിസ്സാക്കാതെ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള അതേ യോഗ്യതയുള്ള ആളുകളുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. 5 നോട്ടിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ബെസിൽ ബോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക്, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലൊരു കമ്പനിയാണ്, കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. പിന്നെ അലഹാബാദ് മ്യൂസിയത്തിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ലോ ഡിവിഷൻ ക്ലർക്ക് ഉണ്ട്, സ്റ്റെനോഗ്രാഫർ ഉണ്ട്, അങ്ങനെ നിരവധി തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ റെയിൽവേക്ക് കീഴിലുള്ള റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. എർക്കോൺ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ മിനിസ്ട്രി ഓഫ് റെയിൽവേക്ക് കീഴിൽ വന്നിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലേക്ക് നല്ല ശമ്പളത്തിലുള്ള ജോലിയാണ്. പിന്നെ നമ്മുടെ സുപ്രീം കോടതിയിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ലോ ക്ലർക്ക് കം റിസർച്ച് അസോസിയേറ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കും കൂടി വിജ്ഞാപനം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5 നോട്ടിഫിക്കേഷനാണ്. നമ്മൾ ഓരോ നോട്ടിഫിക്കേഷനാണ് ഇടൽ, അതിന് പകരം ഇത്തരമുള്ള നോട്ടിഫിക്കേഷൻ ഒറ്റ വീഡിയോ ആക്കി ഇടണം കരുതി. അതുകൊണ്ടാണ് ഇന്ന് മുതൽ ഇങ്ങനെ ആയിരിക്കും വീഡിയോ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ബെസിൽ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് 23/1/2024 റിക്രൂട്ട്മെൻറ്റ് വന്നത്. 23/1/2024 ഇതിന് റിക്രൂട്ട്മെൻറ്റ് വന്നത്. അതിലേക്ക് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് സാധാരണയായിട്ട് ഈ ബെസിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് സ്ഥിര നിയമനമായിരിക്കില്ല, ഷോർട്ട് ടൈം കോൺട്രാക്ട് ബേസിലായിരിക്കും നിയമനം. അതും നമ്മൾ ഇലക്ഷൻ കമ്മീഷനിലേക്ക് വേണ്ടിയിട്ടാണ് ഈ റിക്രൂട്ട്മെൻറ്റ്. ബെസിൽ എന്ന് പറയുന്നത് റിക്രൂട്ടിംഗ് ഏജൻസിയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ പല സ്ഥാപനങ്ങളിലേക്കും വേണ്ടിയിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 15 വേക്കൻസികളാണ് ടോട്ടൽ ഉള്ളത്. പിന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTS എന്ന് പറഞ്ഞ പോസ്റ്റാണ്, അതിലേക്ക് വന്നിരിക്കുന്നത് 3 വേക്കൻസികൾ. അപ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷനാണ്. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി. അതുപോലെ ഏജ് ലിമിറ്റ് 35 വയസ്സാണ്. അതിനോട് കൂടി തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നോളജും കൂടി വേണം, അതുപോലെ MS എക്സലുമായി പ്രൊഫഷൻസിയും കൂടി വേണം. അപ്പോൾ ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടൊരു വർക്ക് ആകുന്നതുകൊണ്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നോളജ് നന്നായിട്ട് വേണം. പിന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡും കൂടിയും വേണം. അപ്പോൾ നിങ്ങളൊരു കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലൊക്കെ ജോലി നോക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഡാറ്റ എൻട്രി കൂടിയും പഠിച്ചു പോകുക. കാരണം പല ജോബുകൾക്കും ഇപ്പോൾ ഡാറ്റ എൻട്രി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതൊരു അഡീഷണൽ സ്കില്ലായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിലേക്ക് ശമ്പളം 23,082 രൂപയാണ് തുടക്ക ശമ്പളം പറയുന്നത്. പിന്നെ MTS അൺസ്കില്ലഡ് സ്റ്റാഫിന് 10ാം ക്ലാസ് ഉണ്ടായിരുന്നാൽ മതി. അതിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു മേഖലയിൽ MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. 30 വയസ്സാണ് ഏജ് ലിമിറ്റ് മാക്സിമം പറഞ്ഞിരിക്കുന്നത്. 17,000 രൂപയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം. അതുപോലെ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറൊക്കെ ഇതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഒന്നുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിന് നല്ലൊരു ഫീ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഫീ കൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, അത് വായിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഒരു കാര്യം പറയുന്നത് കേരളത്തിന് പുറത്താണ് ഈ ജോബ് ഉള്ളത്. അപ്പോൾ
എത്രമാത്രം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. ഇതിൻ്റെ ഫീ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇത് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് 7/2/2024 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് അലഹാബാദ് മ്യൂസിയത്തിലേക്ക് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെൻറ്റ്. ഇതിൻ്റെ സ്ഥിര നിയമനമായിരിക്കും ഇതിലേക്ക് ഉണ്ടായിരിക്കുക. ഇത് ഒരു സ്ഥിര നിയമനത്തിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റാണ്. 15/1/2024 ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്നത്. 15/1 വന്നത്. ഇതിൻ്റെ ഓരോ പോസ്റ്റുകളും അതിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ഡെപ്യൂട്ടി ഒറാട്ടോർ എന്ന് പറഞ്ഞ വേക്കൻസി. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ അത് തന്നെയാണെന്ന് എനിക്കറിയില്ല, കറക്റ്റ് തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, പ്രൊണൗൺസിയേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് മുമ്പ് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഞാൻ ഫസ്റ്റായിട്ടാണ് കേൾക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ. ഏജ് ലിമിറ്റ് 30 വയസ്സാണ് ഏജ് ലിമിറ്റ് മാക്സിമം പറയുന്നത്. 2 വർഷം ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഫസ്റ്റ് പ്രൊമോഷൻ പീരീഡ് 2 വർഷമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് സ്ഥിര നിയമനമൊക്കെ ഉണ്ടായിരിക്കാം. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രിയാണ് വേണ്ടത്. ഹിസ്റ്ററി, അതുപോലെ ആർക്കിയോളജി, അത് മ്യൂസിയോളജി, അതുപോലെ അതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. അതുപോലെ 3 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസും കൂടി ഈ തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കണേ വേണം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് നല്ല ശമ്പളം ഉണ്ടായിരിക്കും. ലെവൽ 7 ആയിരിക്കും നിങ്ങൾക്ക് ശമ്പളം ഉണ്ടായിരിക്കാം. പിന്നെ വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 2 വേക്കൻസി ഉണ്ട്. അതിലേക്ക് 5 ലെവൽ 5 ആണ് ശമ്പളം. അതിലേക്ക് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഒക്കെ സ്ഥിര നിയമനമാണ്. ഏത് സർക്കാർ സ്ഥാപനം കേന്ദ്ര സർക്കാരിൻ്റെ ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് 2 വർഷം പ്രൊമോഷൻ പീരീഡ് ആയിരിക്കും. ആ 2 വർഷം കഴിഞ്ഞായിരിക്കും പിന്നെ സ്ഥിരമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ബാച്ചലർ ഡിഗ്രി ഇൻ മ്യൂസിയോളജി ഓർ ഫൈൻ ആർട്സ് ഓർ ഹിസ്റ്ററി ഓർ ആർക്കിയോളജി ഓർ ഹിസ്റ്ററി, അതുമായി ബന്ധപ്പെട്ട ഡിഗ്രിയാണ് വേണ്ടത്. അതുപോലെ ഡിസേബിൾഡ് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ എല്ലാം കൂടി ഞാൻ പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒന്നുകൂടി ലെങ്ത്ത് കൂടും. കാരണം പല ആളുകളും പല ക്വാളിഫിക്കേഷനുള്ള ആളുകൊണ്ട് തന്നെ നിങ്ങൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾ വായിച്ച് നോക്കുക. PDF നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ പോസ്റ്റ് ചെയ്യുക, അതിനുശേഷം വായിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ നിന്നും ഡിസ്ക്രിപ്ഷനിൽ നിന്നും അപ്ലൈ ചെയ്യാൻ ലിങ്ക്, നോട്ടിഫിക്കേഷൻ്റെ ലിങ്കൊക്കെ ലഭിക്കുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ലൈബ്രറി ഇൻഫർമേഷൻ കം പ്രൊഫഷണൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതിലേക്ക് ഒരു വേക്കൻസിയാണ്. അതിലേക്ക് ബാച്ചലർ ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ആണ് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്നും കൂടി ഓർത്തിരിക്കാം. പിന്നെ പബ്ലിക്കേഷൻ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്. ലെവൽ 4 ആണ്. അതിലേക്ക് 2 വർഷത്തെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ്. 2 വർഷം നിങ്ങൾക്ക് പ്രൊമോഷൻ പീരീഡ് ആയിരിക്കും. അതിന് ശേഷമായിരിക്കും പിന്നെ നിയമനമൊക്കെ ഉണ്ടായിരിക്കാം. അതിലേക്ക് ഡിഗ്രിയാണ് വേണ്ടത്. അതുപോലെ ഈ മുകളിൽ പറഞ്ഞ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട അതുപോലെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിഗ്രി ഉള്ളവർക്കാണ് ഈ മ്യൂസിയോളജി ഒക്കെ ബന്ധപ്പെട്ട ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ പ്രൊജക്ഷനിസ്റ്റ് കം ഡാർക്ക് റൂം അസിസ്റ്റൻറ്റ് ഒരു വേക്കൻസിയാണ് അതിലേക്ക് നിങ്ങൾക്കും വേണ്ട ഗ്രാജുവേറ്റ് വിത്ത് PG ഡിപ്ലോമ ഇൻ ഫോട്ടോഗ്രാഫി അപ്ലൈഡ് ആർട്സ്, ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഏറ്റവും കൂടുതൽ വേക്കൻസിയിൽ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ലോ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ്. 5 വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് 2 ജനറൽ, 2 OBC, 1 SC ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിപ്പെട്ട ആളാണെന്ന് നോക്കിയതിന് ശേഷം വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഇതിലേക്ക് നിങ്ങൾക്ക് 12th പാസ്സായിരുന്നാൽ മതി. ഈ ഒരു ലോ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ +2 പാസ്സായിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ അതിലേക്ക് നിങ്ങൾക്ക് ഞാൻ പറയില്ല ടൈപ്പിംഗ് കൂടി ചോദിക്കുന്നു. ടൈപ്പിംഗ് സ്കില്ലും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ലോ ഡിവിഷൻ ക്ലർക്കൊക്കെ. ഇപ്പോൾ കേരള സർക്കാരിൻ്റെയും പല ജോബുകൾക്കും നിങ്ങൾക്ക് ഈ ടൈപ്പിംഗ് അറിയുന്ന ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബുകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചു നോക്കുക. ജസ്റ്റ് നിങ്ങൾ അഡീഷണൽ സ്കില്ലെടുത്താൽ മതി. പിന്നെ നമ്മൾ പറയുന്നത് ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റുണ്ട്, ഒരു വേക്കൻസിയാണ്. അതിലേക്ക് 10ാം ക്ലാസ് ഉണ്ടായിരിക്കുക, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. അതുപോലെ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ IT ഉണ്ടായിരിക്കാം. പിന്നെ കാർപ്പൻ്റർ ട്രേഡിൽ IT ഉള്ളവർക്ക് കാർപ്പൻ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ്. അതിലേക്ക് നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും ഓരോ വേക്കൻസിയും അതിലേക്ക് വന്നിരിക്കുന്ന എത്ര വേക്കൻസികൾ ഏതെല്ലാം കാറ്റഗറിക്ക് റിസർവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്നും വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകുന്നതാണ്. 5/1/2024 മുതൽ നിങ്ങൾക്ക് 14/2/2024 വരെ നിങ്ങൾക്കിത് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് നിങ്ങൾക്ക് താഴെ ലിങ്കിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. അല്ലാത്തവർക്ക് ദി അലഹാബാദ് മ്യൂസിയം.com, പല ആളുകളും പറയാറുണ്ട് ജസ്റ്റ് ഞാൻ ഇടുന്ന അപ്ഡേറ്റ് ഒക്കെ ഫേക്കാണെന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് PDF-ൽ ഞാൻ തരുന്ന ഇതിൽ PDF ഉണ്ടാവും. PDF-ൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാൻ പറ്റും. എങ്ങനെ ആ അലഹാബാദ് മ്യൂസിയത്തിൻ്റെ, കോടതിയല്ല മ്യൂസിയത്തിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്.
അപ്പോൾ അതിൻ്റെ എളുപ്പത്തിനാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ലിങ്ക് തന്നിട്ട് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ 2 നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് ഇനി 3ാമത്തെ നോട്ടിഫിക്കേഷൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. നാഷണൽ ഡിഫൻസ് അക്കാദമി എന്ന് പറഞ്ഞ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ പൂനെയിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ്. അത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, സ്ഥിര നിയമനമായിരിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉടൻ തന്നെ ഇതിലേക്ക് പോസ്റ്റ് വഴി അപ്ലൈ ചെയ്യാൻ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം അത് നോക്കി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കാറ്റഗറി വൈസ് നിങ്ങൾ എത്ര വേക്കൻസി ഉണ്ട്, ആ കാറ്റഗറി അപേക്ഷിച്ച ശേഷം അതിന് എക്സാം ഉണ്ടാവും എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ PDF വ്യക്തമായിട്ട് സിലബസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ വായിച്ച് നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളെ ഇത് അറിയിക്കുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ലോ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 16ഓളം വേക്കൻസി ഉണ്ട്. നല്ല ശമ്പളം ഉണ്ട്, 63,200 വരെ, 19,900 മുതൽ 63,200 വരെ ശമ്പളം പറയുന്നുണ്ട്. സ്റ്റെനോഗ്രാഫർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്, 25,500 മുതൽ അതിലേക്ക് 81,100 വരെ ശമ്പളമുണ്ട്. പിന്നെ ഡ്രാഫ്റ്റ്മാൻ 2 വേക്കൻസി, അതിലേക്ക് 19,900 മുതൽ 25,500 മുതൽ 81,100 സിനിമ പ്രൊജക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 1 വേക്കൻസി, 19,900 മുതൽ 63,200. പിന്നെ കുക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 14 വേക്കൻസി ഉണ്ട്, അതിലേക്ക് 19,900 മുതൽ 63,200. പിന്നെ കോമ്പോസിറ്റർ കം പ്രിന്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 63,200 വരെ ശമ്പളം 1 വേക്കൻസിയാണ്. സിവിലിയൻ മോട്ടോർ ഡ്രൈവർ 3 വേക്കൻസി, കാർപ്പൻ്റർ 2 വേക്കൻസി, ഫയർമാൻ 2 വേക്കൻസി, TA ബേക്കർ 1 വേക്കൻസി, TA സൈക്കിൾ റിപ്പയർ 2 വേക്കൻസി, TA പ്രിന്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ 1 വേക്കൻസി, TA ബൂട്ട് റിപ്പയർ 1 വേക്കൻസി, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വന്നിരിക്കുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ്. അതിലേക്ക് നല്ല ശമ്പളമുണ്ട്, 18,000 മുതൽ 56,900 വരെ ശമ്പളമുണ്ട്. ഏകദേശം ഒരു 151 വേക്കൻസികൾ. ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസി 198 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള എന്ത് ചെയ്യാൻ, നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് നോക്കുക, ആ കാറ്റഗറി വൈസ് ഓരോന്നും കൊടുത്തിട്ടുണ്ട്. ആ കാറ്റഗറി വൈസ് നിങ്ങൾ മൾട്ടി ടാസ്കിംഗ് ജോലിക്ക് അപേക്ഷിക്കുന്ന ആളാണെങ്കിൽ ജനറലിന് വരുന്നത് 78 വേക്കൻസി, അതുപോലെ SCക്ക് 1 വേക്കൻസി, പിന്നെ വരുന്നത് STക്ക് 5 വേക്കൻസി, അതുപോലെ OBC വരുന്നത് 52 വേക്കൻസി OBCക്ക് ഉണ്ട്. EWSനാണ് 15 വേക്കൻസി. അപ്പോൾ 78 ജനറൽ, 52 OBC. ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വരുന്നത് ജനറൽ OBCക്കാണ്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം മറ്റുള്ള കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ ചിലപ്പോൾ 5 വേക്കൻസിയൊക്കെ റിസർവേഷൻ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പിന്നെ ജനറൽ കോട്ടയിലായിരിക്കും കിട്ടുക, അത് കിട്ടാൻ പ്രയാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ വേണ്ടത് മിനിമം 10ാം ക്ലാസ്സാണ് എല്ലാത്തിലേക്കും പറയുന്നത്. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓഫ് ദി പോസ്റ്റ് MTS, അതുപോലെ MTSന് 10ാം ക്ലാസ്സാണ്. മറ്റുള്ള കാൻഡിഡേറ്റ്സിന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സോട് കൂടി തന്നെ ആ ഒരു മേഖലയിൽ IT ആണോ, അതല്ലെങ്കിൽ മറ്റുള്ള ഒരു ലൈബ്രറി അറ്റൻഡൻറ്റ്, ഗാലറി അറ്റൻഡൻറ്റ്, അങ്ങനെ പല ജോബുകളുണ്ട്. ആ ജോബിലേക്ക് അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉള്ളവർക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ SC ST OBCക്കോ അതിൻ്റെ ഏജ് ഇളവൊക്കെ ലഭിക്കും. അത് എല്ലാ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോബുകൾക്കും നിങ്ങൾക്ക് അത് 3 വർഷത്തെ SC STക്ക് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെയും ഏജ് ഇളവൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഇതിലേക്ക് പറയുന്ന ഡേറ്റ് ഞാൻ പറഞ്ഞിരുന്നു, ലാസ്റ്റ് 21 ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഫെബ്രുവരി 10-12 ഒക്കെ ഉള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. പിന്നെ 4ാമത്തെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നവരത്ന സെൻട്രൽ പബ്ലിക് സെക്ടർ കമ്പനി ആയിട്ടുള്ള ഐക്കോൺ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനം. അപ്പോൾ ഇത് മിനിസ്ട്രി ഓഫ് റെയിൽവേക്ക് കീഴിൽ, റെയിൽവേ മന്ത്രാലയത്തിന് കീഴിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ വാല്യൂ ഉള്ളൊരു കമ്പനി തന്നെയാണിത്. അപ്പോൾ ഇതിലേക്ക് ഫിനാൻസ് വിഭാഗത്തിലേക്ക് ഒഴിവന്നിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ 2 വേക്കൻസി ഉണ്ട്. ഫിനാൻസ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് 3 വേക്കൻസി ഉണ്ട്. അതായത് 56,000 വരെ ശമ്പളമുണ്ട്. മറ്റേത് ഫിനാൻസ് ഹെഡിനാണെങ്കിൽ 80,000 വരെ ശമ്പളമുണ്ട്. CA Inter ICW ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഫുൾ ടൈം MCOM എടുത്ത ആളുകളുണ്ടാവും, അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. 50% മാർക്ക് വേണം. ഏജ് ലിമിറ്റ് 30 വയസ്സാണ് ഏജ് ലിമിറ്റ് മാക്സിമം. ഇതിലേക്ക് ഫിനാൻസ് ഹെഡിന് വേണ്ടത് 3 വർഷത്തെ കൊമേഴ്ഷ്യൽ അക്കൗണ്ടിങ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. എന്നാൽ അസിസ്റ്റൻറ്റ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അവർക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയിലെ വിവിധ പ്രൊജക്റ്റുകളിലേക്ക് വേണ്ടിയിട്ടാണ്. റെയിൽവേയുടെ വിവിധ പ്രൊജക്റ്റ് ആയിരിക്കും. ആ പ്രൊജക്റ്റിനോട് കൂടി വിവിധ സ്ഥലങ്ങളിലായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കാം.
ഇതിൻ്റെ ബേസിക് പേ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഏകദേശം നല്ല ശമ്പളം ഉണ്ടാവും. ഇതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് HR ഉണ്ടാവും, അതുപോലെ മറ്റുള്ള അലവൻസ് ഉണ്ടാവും, മെഡിക്കൽ അലവൻസ്, PF, അതുപോലെ പെൻഷൻ സ്കീം, ഗ്രാറ്റുവിറ്റി, അങ്ങനത്തെ എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളതിലേക്ക് വേറൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞത് ജനറൽ OBC വിഭാഗത്തിന് 1000 രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് അടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അത് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് 1000 രൂപയ്ക്ക് അടക്കുക. അപ്പോൾ പിന്നെ SC, ST, EWS, PWD, എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നുമില്ല. അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു ജോബ് തന്നെയായിരിക്കും ഇത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് 21/2 നോട്ടിഫിക്കേഷൻ വന്നത്. 9/2/2024 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് മറ്റൊരു നോട്ടിഫിക്കേഷൻ നമ്മൾ സുപ്രീം കോടതിയിലേക്കാണ്. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ നമ്മൾ 4 നോട്ടിഫിക്കേഷൻ പറഞ്ഞിരുന്നു. ഇനി 5ാമത്തെ നോട്ടിഫിക്കേഷൻ സുപ്രീം കോടതിയിലേക്കാണ്. സുപ്രീം കോടതിയിലേക്ക് വന്ന റിക്രൂട്ട്മെൻറ്റ് 24-നാണ് വന്നത്. കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വന്നത്. സുപ്രീം കോടതിയിലേക്ക് ഷോർട്ട് ടൈം കോൺട്രാക്റ്റ് ബേസിലാണ് നിയമനം. ഇതിലേക്ക് വേണ്ടത് 90 ഒഴിവുകളാണ് ടോട്ടൽ നിലവിൽ സുപ്രീം കോടതിയിലേക്ക് വന്നിരിക്കുന്നത്. പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ക്ലർക്ക്, ലോ ക്ലർക്ക് കം റിസർച്ച് അസോസിയേറ്റ്, ലോ ക്ലർക്ക് കം റിസർച്ച് അസോസിയേറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ്. ഇതിലേക്ക് 80,000 രൂപയായിരിക്കും നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന സാലറി. 80,000 രൂപ നിങ്ങൾക്ക് സാലറി ലഭിക്കും. അതുപോലെ തന്നെ 2024-25 ഇയറിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള എന്ത് ചെയ്യുക, താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് 20 വയസ്സ് മുതൽ 32 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. 15/2/2024 കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക. അതുപോലെ സെലക്ഷൻ പ്രൊസീജിയർ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാം ഉണ്ടായിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എക്സാം ഒക്കെ ഉണ്ടായിരിക്കുക. പിന്നെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ അതുപോലെ ഈ 15/2/2024 വരെ അപേക്ഷിക്കാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് 500 രൂപ ഉണ്ട്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല. ക്വാളിഫിക്കേഷൻ പറയുന്നത് ലോ ഗ്രാജുവേറ്റ് ആണ്. ഏതെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ ലോ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒരു നിയമബിരുദമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി എന്ത് ചെയ്യുക, താഴെ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സുപ്രീം കോടതി ഒഫീഷ്യൽ വെബ്സൈറ്റായ www.sci.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി നോക്കാവുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കാൻ താല്പര്യമുള്ളവർ താഴെ ഇതിൻ്റെ 5ൻ്റെയും നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. 5 നോട്ടിഫിക്കേഷൻ്റെയും നിങ്ങൾക്ക് ലിങ്കിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്ന എല്ലാ നോട്ടിഫിക്കേഷനും അതിലൂടെ ലഭിക്കും. ഈ 5 നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഉള്ളത്. തീർച്ചയായും നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ ലിങ്കിൽ നിന്നും PDF ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അതിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓരോന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓരോന്നും നിങ്ങൾ നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ജോലികളൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ ജോലികളൊക്കെ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് തന്നാൽ ഉപകാരപ്പെടുന്നതായിരിക്കും. തീർച്ചയായും ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഉപകാരപ്പെട്ട ലൈക്ക് അടിക്കാനും മറക്കണ്ട. നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.